CPM എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് പ്രധാനപ്പെട്ട പലരും വിട്ടുപോയിട്ടുണ്ട്. എം വി രാഘവൻ വിട്ടുപോയിട്ടുണ്ട്, ഗൗരിയമ്മ വിട്ടുപോയിട്ടുണ്ട്. അതിനൊക്കെ അവർ മറികടന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞൊരു 10-20 വർഷക്കാലം എടുത്ത് നമ്മൾ നോക്കിയാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ CPM നിൽക്കുമ്പോൾ CPM ഇത്ര ആഴത്തിലുള്ള ഒരു പ്രതിസന്ധി ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരിക്കലും അവർ അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കറിയാം 80കളുടെ മധ്യത്തിൽ രാഘവൻ പോയി. അത് കണ്ണൂർ ഉള്ള ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു. അത് 80-85 കാലഘട്ടത്തിലാണ് പോയത്. 85 കാലഘട്ടത്തിൽ രാഘവൻ പോയതിന് ശേഷം 87 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചു. രാഘവൻ പോയത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. അതെ, കാരണം കണ്ണൂരത്തെ ഏറ്റവും ജനകീയനും ഏറ്റവും ശക്തനും CPM-ൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളായിരുന്നു രാഘവൻ. 85 പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 87 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അതിനുശേഷം പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് ഗൗരിയമ്മ പോയി. രാഘവൻ പോയതിനു ശേഷം രാഘവൻ വേറൊരു പാർട്ടി ഉണ്ടാക്കി UDF-ൻ്റെ കൂടെ ചേർന്നു. ഗൗരിയമ്മയും പിന്നെ വേറെ പാർട്ടി ഉണ്ടാക്കി. അപ്പം അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് CPM ഇപ്പോഴത്തെ ഈ കുഞ്ഞികൃഷ്ണൻ്റെ ഈ പ്രതിസന്ധിയെയും സുധാകരൻ്റെ പ്രതിസന്ധിയും ഒക്കെ നേരിടാൻ പോകും. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഘവൻ പോയത് ഒരു നയപ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മുസ്ലിം ലീഗുമായിട്ടുള്ള CPM-ന്റെ ബന്ധം, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ല, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ കാണണമെന്നുള്ളതായിരുന്നു CPM-ന്റെ അന്നത്തെ പ്രത്യയശാസ്ത്ര നിലപാട്.